വെൽക്കം ബാക്ക് ടു വിച്ചൂസ് വ്ലോഗ്. അപ്പോൾ ഇതെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗും പറയുന്നത് നമ്മളൊരു സൺഡേ വ്ലോഗാണ് ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ, രാവിലെയും പറയാനില്ല, നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് പിന്നെ ആദ്യം എണീച്ചിട്ടാണ് വ്ലോഗ് തുടങ്ങിയിട്ടുള്ളത്. അത് ചാനപ്പാട്ടും ഡീജയാണ് ഗൈസ്. രാവിലെ തന്നെ ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് ചായയെല്ലാം കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ നല്ല പൂരിയും ചിക്കൻ കറിയും അതുപോലെ ഞാൻ എൻ്റെ അടിപൊളി ചായയും ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കുടിക്കുന്നതാണ് ഉള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചിക്കൻ കറീനെ കുറിച്ച് പറയാൻ എന്തുമില്ല ഗൈസ്, അടിപൊളിയാണ്. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ഇട്ടോളി. പിന്നെ നമ്മളെ കുറച്ച് നമ്മൾ എൻജോയ് ആക്കി സൺഡേ എല്ലാം വെറുതെ ബോറിങ് അടിച്ച് നിൽക്കുന്നതിന് അങ്ങനെ പാട്ടെല്ലാം പാടി പിന്നെ വിചാരിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുണ്ട് ജ്യൂസ് കുടിക്കാമെന്ന്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായത് ക്യാരറ്റും അതെ. അപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ച് ഫസ്റ്റ് എൻ്റെ ക്യാരറ്റ് നല്ലപോലെ ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കൂട്ടുന്ന ഇത് കാണുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ എന്തെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്, ബദാം, പിസ്ത, കാഷ്യൂ അതെല്ലാം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ പാലും കൂട്ടിയിട്ട് ക്യാരറ്റും കൂടി അതിലിട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഷുഗറിന് പകരം ഞാൻ ഇവിടെ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല മാതിരി നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട്. അപ്പം നമ്മൾ 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗായ്സ്. അതിലേക്ക് നമുക്ക് കൂട്ടി കൊടുക്കാം. എന്താ വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യാം. അങ്ങനെ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഫുള്ളായിട്ട് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും ബാക്കിയുണ്ടായിന് ജ്യൂസ്. അങ്ങനെ ഞാൻ എൻ്റെ അനുച്ചാക്ക് കൊടുത്ത് ടേസ്റ്റെല്ലാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഓൻ എന്നെ കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ഫസ്റ്റ്. നല്ല അതിനെന്ന് എന്താ വെച്ചാൽ നല്ല തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല, പാല് മാത്രമാണ് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടീന്. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഫുഡാണ് ഇത്, ബിരിയാണി. അങ്ങനെ ബിരിയാണിയും അതുപോലെ അതിൻ്റെയൊക്കെ കുറച്ച് സേമിക പായസം അതെല്ലാം കഴിച്ച പിന്നെ നമ്മൾ ഒന്ന് നിറച്ച് പുറത്ത് പോവാണ്. വേറെ ഏടുമല്ല, കിസീസിൽ അങ്ങോട്ടേക്കാണ്. എന്താ വെച്ചാൽ വെച്ചാൽ ചാച്ച ഉണ്ട് കിസീസിൽ. അപ്പം നമ്മൾ വിളിച്ച് അങ്ങോട്ട് പോവാത്ത ഇറങ്ങിയതാണ്. അതും ഉച്ച നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല ചൂടായിരുന്നു ഗൈസ്. എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ കാറിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു ചൂടാണ് ഇവിടെ യുഎഇയിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുമാണ് ഒരു സമാധാനമായത്. ഇതാണ് കിസീസ് അൽനാദ. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം കാണാൻ നല്ല രസമാണ്. ഫുള്ള് ബിൽഡിംഗ് ആണ്. അതിൻ്റെ നടുവിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ വീഡിയോസ് എല്ലാം എടുക്കാൻ നല്ല രസമായിട്ടുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ അൽനാദക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചാച്ചാൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് സൺഡേ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പാർക്കിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് പാർക്കിങ്ങിന് ഓടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ നേരെ കുറച്ച് നടക്കാണ്ട്, കുറച്ച് അവിടെ തന്നെയാണ് റൂം, ജസ്റ്റ് നടക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് നടന്നിട്ട് റൂമിൻ്റെ നേരെ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് ബിൽഡിങ്. അവിടെ പോകുമ്പോൾ കുറേ കിളികളെല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്തതാണ്. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി 11ാമത്തെ ഈലായിട്ടാണ് റൂം വരുന്നുള്ളത്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിട്ടാകുമ്പോൾ നമുക്ക് റൂം തെറ്റി. ഞാൻ എന്തില്ല ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് റൂം എവിടെയെന്ന് അറിയുന്നില്ല. നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ചേഞ്ചെല്ലാം വന്നിട്ടുണ്ട് ബിൽഡിങ്ങിൽ. അങ്ങനെ നമുക്ക് പിന്നെ നേരെ കാണുമ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം എത്തിയിട്ട് അമ്മ എന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ ചാച്ചാൻ്റെ അടുത്ത് കടല, പിന്നെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കിട്ടിയത്. കട്ട്ലീസ് അങ്ങനെ പലതരം എന്തെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇതാണ് അല്ലാത അടുത്ത ബിൽഡിങ്ങിൻ്റെ വ്യൂ ചെല്ലുന്നത്. നല്ല ഉണ്ടായിരുന്നു. പക്ഷെ വെയിലായതുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രം. ഫുള്ള് ബിൽഡിങ്ങാണ് ഗൈസ്, കണ്ടോ. അങ്ങനെ റൂമിൻ്റെ അടുത്തുള്ള വ്യൂവിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ അമ്മ എന്താക്കി നേരെ ചാച്ചാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തെല്ലാം പോകാമെന്നെല്ലാം വിചാരിച്ച്. റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതാവല്ലോ.
അങ്ങനെ റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചാച്ചാൻ്റെ കാറിൽ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കൊരു ചായ കുടിച്ചിട്ട് തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ച്. എന്താ വെച്ചാൽ നല്ല ചായക്കടേൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് അവിടുന്ന് അതിൻ്റെ അടുക്ക് ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വെച്ചാൽ മുഖത്തിലിട്ട വിൻഡോയിൽ തുറന്നു തന്നത് നല്ല പാതിരി വീഡിയോസെല്ലാം എടുത്ത് നല്ല ക്ലിയറിൽ കെട്ടിക്കോട്ടത്തെല്ലാം അങ്ങനത്തെ എല്ലാം ഉപകാരമെല്ലാം ആക്കിത്തരും. അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഒരു ചായക്കടേൻ്റെ അടുത്തേക്ക് എത്തി. ഒരു നല്ല ചായയും അതുപോലെ നല്ലൊരു പപ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കുടിച്ച പന്ന നമ്മൾ നേരെ യൂണിയൻ കോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നിസ്കരിച്ചിട്ടൊന്നും ഉണ്ടായിട്ട് അവിടെ നിസ്കരിക്കാത്ത, പിന്നെ അവിടെ ജസ്റ്റ് കറങ്ങിയിട്ട് വരാത്ത അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.